Hi friends, welcome back. നമ്മൾ ഏകദേശം എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഓൺലൈൻ കാണിക്കാതിരിക്കാൻ. അതിനുവേണ്ടി തന്നെയാണ് ഏകദേശം എല്ലാവരും ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഈ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലാസ്റ്റ് സീൻ മാത്രമല്ല മറ്റുള്ളവരുടെ ലാസ്റ്റ് സീൻ കൂടി നമുക്ക് കാണാതെ വന്നു. എന്നാൽ ഓൺലൈനിൽ കാണിക്കാതെ എങ്ങനെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാം? അതായത് ഞാനിപ്പോൾ ഒരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്നെ കാണുന്നത് ലാസ്റ്റ് സീൻ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പത്തെ സ്റ്റാറ്റസ് ആയിരിക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്കായി ഇന്ന് പങ്കുവെക്കുന്നത് ഒരു കിടിലൻ ട്രിക്കാണ്. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ട് ഫോണിലെയും വാട്സപ്പ് ഓൺ ആക്കി ഈ ഫോണിൽ നിന്ന് ഇതിലേക്കൊരു മെസ്സേജ് അയക്കുന്നു. ഓക്കെ, അതവിടെ മെസ്സേജ് കിട്ടി. ഓക്കെ, മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടില്ല. അതേ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ആ മെസ്സേജ് ഇവിടെ കിട്ടി. പക്ഷെ ഞാൻ എന്നെ ലാസ്റ്റ് സീൻ കാണിക്കുന്നത് 3:49. ഇപ്പോൾ സമയം 4:28. ഞാനിവിടെ ഒരു മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ആ മെസ്സേജ് ഇവിടെ കിട്ടി. ഞാനൊരു ഹായ് പിന്നെ അയക്കുന്നു. മെസ്സേജ് ഇവിടെ കിട്ടി. ഓക്കെ, ഞാൻ ഓൺലൈൻ ഉണ്ടായിട്ട് കൂടി ഇവിടെ എന്നെ ഓൺലൈൻ കാണിക്കുന്നില്ല. ഞാൻ മുമ്പ് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത സമയമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് മറ്റുള്ളവർ കാണാതെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വാട്സപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാട്സപ്പ് മാത്രമല്ല, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. മെസ്സഞ്ചർ, ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ, സ്കൈപ്പ്, വൈബർ, IMO, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, ലൈൻ. ഓൺലൈൻ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിലവർ ചോദിക്കും ചാറ്റ് മാത്രമേ നടക്കില്ല, നമ്മൾ മറ്റുള്ള വീഡിയോ കോളോ അല്ലെങ്കിൽ കോളോ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടുമെന്ന് നോക്കാം. ലൈവ് നമുക്ക് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് കോള് വന്നു. ഞാൻ ഈ കോൾ എടുത്ത് ആൻസർ ചെയ്യുന്നു. ഓക്കെ, കോൾ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞു. സമയം രണ്ടിലും ഒരേ ടൈമാണുള്ളത്. ഓക്കെ, 4:30. ഞാൻ കോൾ കട്ട് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആ കോള് ആൻസർ ചെയ്തിട്ട് കൂടി എൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ് മുമ്പത്തെ അതേ സ്റ്റാറ്റസിൽ. ഞാൻ ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്നെ ഓൺലൈൻ കാണാൻ പറ്റില്ല. മറ്റുള്ളവർ കാണാതെ നമുക്ക് ഓൺലൈനിൽ എത്ര നേരം വേണമെങ്കിലും ആരുമായും ചാറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ കോൾ നോക്കാം. ഓക്കെ, വീഡിയോ കോൾ വന്നിരിക്കുന്നു. ഞാൻ ആ വീഡിയോ കോൾ എടുത്തു. ഓക്കെ, വീഡിയോ കോൾ എടുത്തിട്ട് ഓക്കെ, ഞാനത് കട്ട് ചെയ്യുന്നു. ഇപ്പോഴും എൻ്റെ ലാസ്റ്റ് സീൻ കാണിക്കുന്നത് അതേ ടൈം തന്നെയാണ്. അപ്പോൾ വാട്സപ്പിന്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് ഓൺലൈൻ സ്റ്റാറ്റസ് ഹൈഡാക്കി കൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഇനി നിങ്ങളുടെ ഫോണിലും വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക ഹൈഡ് ബ്ലൂ ടിക്ക്. ഇപ്പോൾ ഇവിടെ വരുന്ന ഹൈഡ് ബ്ലൂ ടിക്സ് ആൻഡ് വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ആപ്ലിക്കേഷൻ, ഹൈഡ് ബ്ലൂ ടിക്സ് ഓർ ലാസ്റ്റ് സീൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം ഒരു 12 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കുന്നു. അത് ഓപ്പൺ ചെയ്യുക. ഇത് ആദ്യം തന്നെ ഇത് ചോദിക്കും അലോ നോട്ടിഫിക്കേഷൻ ആക്സസ് ടു ഹൈഡ്. അത് നമ്മൾ ഹൈഡ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ രജിൽ. ബൈ.